കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ UDF തന്നെയെന്ന് LDF കൺവീനർ EP ജയരാജൻ. UDFിന്റെ കൈകൾ പരിശുദ്ധമാണോ എന്നും KK ലതിക സ്ക്രീൻഷോട്ട് പങ്കുവച്ചതിൽ എന്താണ് തെറ്റെന്നും EP ചോദിച്ചു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ജയരാജൻ. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ LDF കൺവീനർ EP ജയരാജൻ UDFിനെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. ഇതിന് പിന്നിൽ UDF തന്നെയാണെന്ന് EP ജയരാജൻ പറഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം പോലീസ് സത്യസന്ധമാണ്, പോലീസ് നീതിപൂർവമാണ് പ്രവർത്തിക്കുന്നത്, രാഷ്ട്രീയം നോക്കിയല്ല നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് അംഗീകരിച്ചല്ലോ. അതിന് അവരോട് വളരെയധികം എനിക്ക് നന്ദിയുണ്ട്. പോലീസ് അന്വേഷണത്തിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു കേസ് പോലീസ് ചാർജ് ചെയ്യുക. ഇനി അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് കോടതിയിൽ വന്നാൽ കോടതിയിൽ പ്രൂഫ് ചെയ്യലാണ്. കോടതിയിൽ ആ കേസ് പ്രൂഫ് ചെയ്യുമ്പോൾ ഇതിൽ UDFിൻ്റെ പങ്കാളിത്തം, അതുപോലെ തന്നെ അതിൽ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പങ്കാളിത്തം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ, ഇതെല്ലാം കോടതിയുടെ വിചാരണക്ക് വരുമ്പോഴാണ് പുറത്തു വരിക. UDFിൻ്റെ കൈ പരിശുദ്ധമാണോ? തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിൻ്റെ ഒരു പ്രധാനി UDFുകാരാണ്. ഇന്ന് രാഷ്ട്രീയ രംഗത്ത് തെറ്റായ വഴികളിലൂടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിൽ UDFിന്റെ കൈകൾ പരിശുദ്ധമാണോ എന്നും EP ജയരാജൻ ചോദിച്ചു. ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് കണ്ടാൽ അത് ഷെയർ ചെയ്യുക സ്വാഭാവികം. KK ലതിക ചെയ്തത് അത്രമാത്രം. KK ലതിക ഈ പോസ്റ്റ് ഷെയർ ചെയ്തതിൽ എന്താണ് തെറ്റെന്നും EP ചോദിച്ചു. ഇതിൽ UDFുകാരും സംശുദ്ധരൊന്നുമല്ല. ഇവരെല്ലാം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രചരണങ്ങൾ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രചരണം നടത്തിയവരാണ്. ഇതെന്തോ ഒരു കാര്യം പോലീസ് കൊടുത്തപ്പോൾ ഇതെല്ലാം LDF ആണ് എന്ന് പറഞ്ഞുകൊണ്ട് LDFിൻ്റെ മേലെ കുറ്റം ചുമത്താൻ ചിലർ നടക്കുന്നുണ്ട്. ഇവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്, UDFുകാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേ കുറ്റമാണ്. KK ലതിക ഇത് പലരും ഷെയർ ചെയ്യും. ഇപ്പോൾ ഒരു വാർത്ത കണ്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യില്ലേ? നിങ്ങൾക്കതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചിട്ടാണോ നിങ്ങൾ ഷെയർ ചെയ്യുക? സാധാരണഗതിയിൽ ഒരു വാർത്ത വന്നാൽ ആ വാർത്ത കേൾക്കുമ്പോൾ ഒരാൾക്ക് തോന്നുന്നത് അവർ ഷെയർ ചെയ്യും. ഇത് തെറ്റാണ്, ഇങ്ങനെ പ്രചരിപ്പിക്കരുത്. അവർ പറഞ്ഞിരിക്കുന്നതും പ്രചരിപ്പിക്കരുത്, ഇത് വളരെതരം ആപത്താണെന്ന് തന്നെയാണ് KK ഇത് ഷെയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഷെയർ ചെയ്തതിൽ എന്താ തെറ്റ്? KK ലതിക സ്ക്രീൻഷോട്ട് പങ്കുവച്ചത് തെറ്റാണെന്ന KK ശൈലജയുടെ പരാമർശത്തെക്കുറിച്ച് അത് അവരോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു EPയുടെ മറുപടി. വർഗീയ പ്രചരണത്തിന് എതിരായിരുന്നു ആ സ്ക്രീൻഷോട്ട്. അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് കണ്ടാൽ അത് സ്വാഭാവികമായും ഷെയർ ചെയ്യും. പോലീസ് അന്വേഷണം സത്യസന്ധമാണെന്ന് പ്രതിപക്ഷം അംഗീകരിച്ചതിൽ സന്തോഷമുണ്ട്. പോലീസിന് കിട്ടിയ വിവരങ്ങളാണ് കോടതിയിൽ എത്തിച്ചത്. വസ്തുതകൾ കോടതിയിൽ തെളിയട്ടെ എന്നും EP ജയരാജൻ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു EP. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.